ഉണ്ടോ? ഇതാല്ലേ അല്ല, പുതുമക്കാർ രണ്ടുപേരുണ്ട്. ആ രണ്ടുപേരുടെ ചാറ്റ് ബോക്സിൽ പേരിട്ടിട്ടുണ്ട്. ആണോ? ആ, ഇപ്പൊ ഈയിടെ വന്നതാ അല്ലേ? എങ്ങനെ എപ്പോ വന്നാന്ന് അറിയത്തില്ല. രണ്ടുപേരുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ജ്വാല ഗ്രൂപ്പിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അങ്ങനെ പുതുമക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാമില് ഞാൻ ഈ ഗ്രൂപ്പ് തെറാപ്പിയെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഗ്രൂപ്പ് തെറാപ്പി എന്താണ്? ഗ്രൂപ്പ് തെറാപ്പി അത് പുതുമക്കാർക്കും പഴയ ആളുകൾക്കും എല്ലാവർക്കും വളരെ ഉപകാരമുള്ള പരിപാടിയാണ്. എന്താണ് ഗ്രൂപ്പ് തെറാപ്പി? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം മനുഷ്യർ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി അവര് അവരുടെ കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവർ കൂടിച്ചേർന്നിട്ടുള്ള അവരുടെ പൊതുവായിട്ടുള്ള അവരുടെ ബോധത്തിന്റെ ഉള്ളിലാണ് ഗ്രൂപ്പ് തെറാപ്പി പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് തെറാപ്പിയുടെ ഉദാഹരണമാണ്. ഗ്രൂപ്പ് തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് മറ്റ് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. ആൽക്കഹോളിസത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഈ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. ബുദ്ധിപരമായിട്ടും സ്വഭാവപരമായിട്ടും മാറ്റം ഉണ്ടാകാനുള്ള ഒരു ഗ്രൂപ്പാണിത്. CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അവബോധം, ഉൾക്കാഴ്ച. അത് ബുദ്ധിപരമായിട്ടും വൈകാരികമായിട്ടും ഉൾക്കാഴ്ച ഉണ്ടാവുക, അത് സ്വഭാവത്തെ മാറ്റുക, അങ്ങനെ അതൊരു ചികിത്സയായിട്ട് മാറുക. അതാണ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അതുപോലെ തന്നെ മറ്റ് പല തെറാപ്പികളുണ്ട്. അതിൽ ഇന്റർപേഴ്സണൽ, സൈക്കോ എഡ്യൂക്കേഷണൽ, അങ്ങനെയൊക്കെ തെറാപ്പി ഉണ്ട്. ഇതെല്ലാം ഗ്രൂപ്പ് തെറാപ്പിയാണ്. ഈ ഗ്രൂപ്പ് തെറാപ്പിക്ക് സാധാരണ മദ്യാസക്ത രോഗം, വ്യക്തിത്വ വൈകല്യ രോഗം, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മൂഡ് ഡിസോർഡർ എന്ന് വെച്ചാൽ വൈകാരികമായിട്ട് ഉള്ള അവസ്ഥകൾ, ഇങ്ങനെ പല അസുഖങ്ങൾക്കും ഈ ഗ്രൂപ്പ് തെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പ് തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ തെറാപ്പിയിൽ കൂടി മാറ്റം വന്ന ആളുകൾ, മാറ്റത്തിന് വിധേയരായ ആൾക്കാർ, അവരാണ് അതിൻ്റെ അടിത്തറ. അവരുടെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പങ്കുവയ്ക്കുകയും ആ പങ്കുവയ്ക്കലിൽ കൂടി ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് ലഭിക്കുകയും ആ അറിവിൽ കൂടി പഠിക്കാൻ സാധിക്കുക, ലേണിംഗ് കപ്പാസിറ്റി. അതുപോലെ അനുഭവങ്ങളെ വിലയിരുത്താൻ കഴിയുക, പുതിയ മാറ്റങ്ങൾ അതിനുവേണ്ടി മനസ്സിന് തുറന്നു കൊടുക്കാൻ പറ്റുക. ഇതൊക്കെ ഗ്രൂപ്പ് തെറാപ്പിയുടെ ശരിയായ വശങ്ങളാണ്. ഗ്രൂപ്പ് തെറാപ്പി അതിൻ്റെ കാതലായ സംഗതി എന്താ വെച്ചാൽ അത് ലോകവ്യാപകമായിട്ട് ഇത് ഉണ്ട്. ഇപ്പൊ ലോകവ്യാപകമായിട്ടുണ്ട്. അതുപോലെ പല ഗ്രൂപ്പ് തെറാപ്പികളും ലോകവ്യാപകമായി എവിടെ ചെന്നാലും അത് കിട്ടും. അതുപോലെ അതിന് കൂടിച്ചേരലുകൾ വളരെ എളുപ്പമാണ്. പരസ്പരം അവർ പങ്കുവെക്കുന്ന ആ അവസ്ഥ അത് വളരെ ഇഫക്റ്റീവാണ്. അത് കൂടുതലുണ്ട്. അതുപോലെ സ്വയം മനസ്സിലാക്കലാണ് അതിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ, തത്വം. സ്വയം മനസ്സിലാക്കലും നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കലും, അതാണ് ഇന്റർപേഴ്സണൽ ലേണിംഗ് എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പഠനത്തിനുള്ളൊരു അവസരം ഉണ്ടാക്കുക. അതുപോലെ മറ്റുള്ള ആളുകളുടെ വിവരങ്ങൾ, ഇപ്പോൾ നമ്മൾ സന്ദേശം കൊടുക്കുന്ന ആളുകൾ, അവരിൽ നിന്ന് സന്ദേശം നമ്മൾ സ്വീകരിക്കും. അവർക്കുള്ള സംശയങ്ങൾ,
അവർ പറയുന്ന കാര്യങ്ങൾ, അതാണ് ഫീഡ്ബാക്ക് എന്ന് പറയും. ആ സന്ദേശം കിട്ടിയവർക്ക് എന്താണ് ഇഫക്റ്റ് ഉണ്ടാക്കിയത്, ബലം ഉണ്ടാക്കിയത് എന്താണ്, അങ്ങനെ അവർക്ക് ഉൾക്കാഴ്ച എത്രമാത്രം ഉണ്ട്, അത് വളർച്ച, വികാസം, അവരുടെ രോഗത്തിനുള്ള ചികിത്സ, ഇതെല്ലാമായിട്ട് മാറും. വെറുതെ ഇങ്ങനെ കേൾക്കലൊന്നും അല്ല. ഈ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ വെറുതെ കേട്ടോണ്ടിരിക്കലല്ല. കേട്ടിട്ട് അത് ഒരു അറിവാണ്. ആ അറിവ് അതൊരു ആവശ്യമായിട്ട് മാറും. അറിവുകൾ ആവശ്യമായിട്ട് മാറുന്നു. നീഡ്സ്, ആ ആവശ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുന്നു, ലളിതമാവുന്നു. അങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്. അതുകൂടാതെ മറ്റ് ഒരു പ്രധാനപ്പെട്ട സംഗതി വെച്ചാൽ ഇത് ഒരു സാമൂഹ്യമായിട്ടുള്ള ഇടപെടലാണ്. സോഷ്യലൈസേഷൻ എന്ന് പറയും. സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ. അത് ഒരു തെറാപ്പി, ഒരു ടെക്നിക്കാണ്. ഈ പല ആളുകൾക്കും സമൂഹത്തോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയാൻ പാടില്ല. ഒരാൾ ഒറ്റയ്ക്ക് മറ്റ് ഒരു ചികിത്സയ്ക്ക് പോവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് രക്ഷപ്പെട്ട ആളുകൾ, ഒരു സമൂഹം അവിടെ ഉണ്ട്, അവരുമായിട്ട് ഇടപെടുന്നത് വളരെ എളുപ്പമാണ്. അവർക്കും എളുപ്പമാണ്, അവിടെ ചെല്ലുന്ന ആൾക്കും എളുപ്പമാണ്. ആ ഗ്രൂപ്പിന് ആ രീതിയിലാണ് ഈ പ്രൊമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി, ഗുണം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെയാണ് പരിശീലിപ്പിച്ചേക്കണത്. ഫലപ്രദമാകുന്ന അങ്ങനെയാണ്. ഫലപ്രദമാകുന്ന കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലാതെ ഒരാൾ ഒരു വലിയ ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് മറ്റുള്ളവരോട് ഇങ്ങനെ കൽപ്പിക്കുന്ന പോലെയോ ശാസിക്കുന്ന പോലെയോ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലാതെ, ഇത് സത്യത്തിൽ സത്യമായ കാര്യം ലളിതമായും വിനയത്തോടും കൂടി പറയുമ്പോൾ, ആ അനുഭവങ്ങൾ പറയുമ്പോൾ മറ്റൊരാൾക്ക് സ്വീകരിക്കാൻ തോന്നും. അങ്ങനെയാണ് മാറ്റം സംഭവിക്കുന്നത്. അങ്ങനെ ഈ സന്ദേശം കിട്ടുമ്പോൾ ഒരു ഗുണമുണ്ട്. എങ്ങനെയാണ് അനിയന്ത്രിതവും അസാധാരണവും ആവർത്തിച്ച് ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം എങ്ങനെയാണ് പ്രവർത്തിച്ചതിരുന്ന, തൻ്റെ കാര്യത്തിൽ അതെങ്ങനെ പ്രവർത്തിച്ചിരുന്നു, തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഇവിടെ വരുന്ന ഒരാൾക്കൊരു ശരിയായ അറിവ് കിട്ടും, ഇൻഫർമേഷൻ. തൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു അനിയന്ത്രിതവും അസാധാരണവും, അങ്ങനെ ആ രീതിയിൽ ആവർത്തിക്കുന്നതായിട്ടുള്ള ഉപദ്രവിക്കുന്ന സ്വഭാവം, ആ സ്വഭാവം അയാളെയും അയാളുടെ കൂടെയുള്ളവരെയും ബാധിച്ചിരുന്നു. എന്ന് വെച്ചാൽ അയാളുടെ കുടുംബത്തെ ബാധിച്ചിരുന്നു. അയാൾ പോയ എല്ലാ സ്ഥലത്തും അത് ബാധിച്ചിരുന്നു. അയാൾ ജോലി ചെയ്ത സ്ഥലത്ത്, ഇടപെട്ട സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ ഒക്കെ ഈ അനിയന്ത്രിതവും അസാധാരണവും ഉപദ്രവകരമായിട്ടുള്ളൊരു സ്വഭാവം പ്രവർത്തിച്ചിരുന്നു. അപ്പൊ ഇവിടെ നിരന്തരമായിട്ട് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അയാൾക്ക് അതൊരു പാഠപുസ്തകമാണ്. എങ്ങനെയാണ് സമൂഹത്തിൽ ആളുകൾ ഉപദ്രവമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ളൊരു സൂക്കേടിൽ നിന്ന് ഉപദ്രവമില്ലാതെ ഒരു സ്വഭാവം ഉണ്ടാക്കി എങ്ങനെ രക്ഷപ്പെടാം, ഇതൊക്കെ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഗതി കറക്ഷൻ. ഇതൊന്നും ആൾക്കാർ ചിന്തിക്കാറില്ല. കറക്ഷൻ എന്ന് വെച്ചാൽ എന്താ? മോശപ്പെട്ടതിന് കറക്റ്റ് ചെയ്യുക. ഒരാൾ ഗുണനപ്പട്ടിക തെറ്റായിട്ട് പഠിച്ചു, അധ്യാപകൻ എന്ത് ചെയ്യും? അത് കറക്റ്റ് ചെയ്യും. അത് ഇന്ന സ്ഥലത്ത് തെറ്റാണ്, കറക്ഷൻ. ഇത് തന്നെ മദ്യാസക്ത രോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷിൽ അതാണ് അതിൻ്റെ ഡയഗ്നോസിസ്. ആൽക്കഹോൾ യൂസ് ഡിസോർഡർ, മദ്യ ഉപയോഗം കൊണ്ടുള്ള തകരാറ് എന്നാണ് മലയാളത്തിൽ. അത് ലോകാരോഗ്യ സംഘടനയുടെ അവരുടെ ഭാഷയിൽ അത്
ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡർ. മാനസിക രോഗവും സ്വഭാവത്തിലെ വൈകല്യ രോഗവുമാണ് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ. ഈ ആൽക്കഹോൾ യൂസ് ഡിസോർഡറിന് പറയുന്ന പേര്, ലോകാരോഗ്യ സംഘടന പറയുന്ന പേര് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ. അപ്പോൾ ഒരു മദ്യാസക്തന് വിചാരിക്കുന്ന എന്താണ്, താൻ ഒരു എന്താണ് ഒരു സോഷ്യൽ ഡ്രിങ്കർ. അതാണ് അയാൾക്ക് പറയാൻ ആകപ്പാടെയുള്ളൊരു വാക്കത്. താനൊരു സോഷ്യൽ ഡ്രിങ്കറാണ്, ഞാൻ കുറച്ച് മദ്യം കഴിക്കും, അത് കുഴപ്പമുള്ളൊന്നും കാര്യമില്ല. അതാണ് അയാൾക്ക് ഉത്തരവും, അതാണ് അയാൾക്ക് അറിവും, അതാണ്. പക്ഷെ അയാളുടെ അറിവ് ശരിയല്ല, ശരിയായ അറിവല്ല അത്. ചില ആൾക്കാർ വിചാരിക്കുന്നത് ഇത്രയോ പെഗ് കഴിച്ചാലാണ് മാനസിക രോഗം ഉണ്ടാകുന്നത്, പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷേ അത് തലച്ചോറിനെ പെട്ടെന്ന് ഇടപെട്ടും വളരെ അളവിൽ കൂടുതൽ അത് പ്രവർത്തിച്ചും നിരന്തരം പ്രവർത്തിച്ചും അത് തലച്ചോറിന് കുഴപ്പമുണ്ടായി കഴിഞ്ഞാൽ അത് മെന്റൽ ഡിസോർഡർ തന്നെയാണ്. ഒറ്റ ദിവസത്തെ കുടി കൊണ്ട് മെന്റൽ ഡിസോർഡർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ആ കുടി കൊണ്ട് അയാളുടെ മാനസികമായിട്ടുള്ള പെരുമാറ്റം പുറത്തേക്ക് വരുന്നത്, അയാളുടെ സ്വഭാവം പുറത്തേക്ക് വരുന്നത് അയാൾക്കും കൂടെ ജീവിക്കുന്നവർക്കും ഉപദ്രവകരവും ജീവൻ അപകടം ആണെങ്കിൽ പിന്നെ അതിന് മെന്റൽ ഡിസീസ് എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കുന്നത്? അതുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന അതിന് മെന്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്, സ്വഭാവ വൈകല്യ രോഗം, മെന്റൽ ഡിസോർഡർ. അപ്പോൾ അത് ഒരു കറക്ഷനാണ്. അയാൾക്ക് ഇല്ലാത്ത അറിവിനെ കറക്റ്റ് ചെയ്യണം. ശരിയായ കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ് അയാൾക്ക് ലഭിക്കുകയാണ്. ഇത്ര നാൾ അയാൾ വിചാരിച്ചെന്താണ്, എൻ്റെ ഈ സോഷ്യൽ ഡ്രിങ്കിങ് അത് ഉപദ്രവമില്ല, അത് കുഴപ്പമില്ല, അത് അതിന് ന്യായീകരണത്തിൻ്റെ ഒരു ഭയങ്കര സംഭവം. പക്ഷെ അത് അങ്ങനെ അല്ലായിരുന്നു എന്നുള്ള കറക്ഷനാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഒരു കുടുംബത്തിലെ ഒരു അംഗം അയാള് ഒരു അബോധമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇതിനെയൊക്കെ പിന്തുടർന്ന് ഈ കൂട്ടുകാരുടെ കൂടെ മദ്യം കഴിച്ച് അയാൾക്ക് ശരിയായി കറക്റ്റ് ചെയ്യാനുള്ള ബോധമില്ല. അതാണ് അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ബോധം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് അനങ്ങാതിരിക്കാന്നല്ല, എന്ന് വെച്ചാൽ അയാൾക്ക് കാര്യങ്ങളെ പറ്റി ഉള്ള ബോധം, അതാണ് അൺകോൺഷ്യസ്. അങ്ങനെ അയാൾ ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അയാൾക്ക് കറക്റ്റ് ചെയ്താൽ അയാൾക്ക് നല്ലൊരു ഉൾക്കാഴ്ച കിട്ടും. ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നൊന്നും ശരിയല്ല, അത് ഞാൻ ആവർത്തിക്കുന്നത് ശരിയല്ല, ആ പാറ്റേൺ, ആ രീതി അതെന്നെ സഹായിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങൾ അയാൾക്ക് അവിടുന്ന് പിടികിട്ടും. അയാളുടെ ബുദ്ധി അത്രമാത്രം നശിച്ചു പോയില്ലെങ്കിൽ അയാൾക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പിടികിട്ടും. അപ്പം ഇങ്ങനെ ഈ അറിവ് ഇങ്ങനെ പകർന്നു കൊടുക്കുന്നു. അവിടെ അതിന് ഗ്രൂപ്പിലൊരു ലീഡർ മിക്കവാറുണ്ടാവും, ഗ്രൂപ്പിൽ മറ്റു മെമ്പേഴ്സ് ഉണ്ടാവും. അവർക്ക് ഈ രോഗത്തെക്കുറിച്ച് നല്ല ട്രെയിനിങ് കിട്ടി, നല്ല വിദ്യാഭ്യാസം കിട്ടി, അതിൻ്റെ കാതലായ വശം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ അയാൾക്ക് ഈ വന്ന ആളുകൾക്ക് ശരിയായ ഒരു വിദ്യാഭ്യാസം, ഒരു ഉപദേശം, ഒരു അറിവ് നൽകാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരാണ് ഗ്രൂപ്പിലുള്ളവർ. അപ്പോൾ കാര്യങ്ങൾ വീണ്ടും ലളിതം ആക്കി കഴിഞ്ഞാൽ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒന്നും കൂടി ലളിതമാക്കുവാണെങ്കിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്നത്, നിലനിൽക്കുന്നത്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നിലനിൽപ്പ്, ഇന്നത്തെ ഒരു ദിവസം നിലനിൽപ്പ് ആണ് പ്രോഗ്രാമിൻ്റെ കാതലായ വശം. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താണ്, ഇന്നത്തെ ഒരു ദിവസത്തിന് അതിൻ്റെ നിലനിൽപ്പിനെ ബാധിച്ച് നിലനിൽക്കോ ഇല്ലേ എന്ന് പറയാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാൾക്ക്
അങ്ങനെയല്ലാതെ വേറെ എന്താണ് ഇന്നത്തെ ഒരു ദിവസത്തെ 24 മണിക്കൂർ നിലനിൽപ്പ്, ഈ 24 മണിക്കൂർ നിലനിൽക്കാൻ കഴിവില്ലാത്തവർക്ക് ചിലപ്പോൾ തുടർച്ചയായിട്ടുള്ള മദ്യപാനവും വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കലും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവർക്ക് 1 മണിക്കൂർ വിട്ടു നിൽക്കാൻ കഴിയുവാണെങ്കിലും വലിയ സംഭവമാണ്. 1 മണിക്കൂർ മദ്യത്തിൽ ഈ 1 മണിക്കൂറാണ് 24 മണിക്കൂറായിട്ട് മാറുന്നത്. അങ്ങനെ അത് ശക്തി പ്രാപിച്ച് 24 മണിക്കൂറാവും. അതാണ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പ്. അതായത് നിലനിൽക്കണം. അങ്ങനെ നിലനിന്നാൽ അയാളുടെ കാര്യങ്ങൾ അയാളുടെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാവും. 24 മണിക്കൂറുള്ള അയാളുടെ ജീവിതം, അയാളുടെ നിലനിൽപ്പ് അയാളുടെ ശക്തിയുടെ, അയാളുടെ അറിവിൻ്റെ, അയാളുടെ ഉത്തരവാദിത്തത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത്. അതിൻ്റെ വരുംവരായികളും അയാളാണ്. അതാണ് 24 മണിക്കൂർ പ്രോഗ്രാമായിട്ട് അങ്ങ് കൊടുക്കുന്നത്. എക്സിസ്റ്റൻഷ്യൽ, നിലനിൽപ്പ്. അയാൾക്ക് ആദ്യമേ തന്നെ വരുമ്പോഴും ഈ ഗ്രൂപ്പ് തെറാപ്പിക്ക് വരുമ്പോഴൊക്കെ കൊടുക്കുന്ന സന്ദേശം 24 മണിക്കൂർ നിലനിൽക്കാനുള്ള ഒരു ധാരണ ഉണ്ടാക്കണം. അതിൽ കൂടി പിടിച്ചു കയറണം. അതുപോലെ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടെന്നുള്ളത് അയാൾക്ക് ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാവും. മനുഷ്യത്വം അതെന്താണെന്ന് അയാൾക്ക് പിടികിട്ടും. എന്താണ് മനുഷ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യത്വ ഇല്ലായ്മ എന്ന് പറഞ്ഞ രോഗത്തിലാണ് അയാൾ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. മനുഷ്യത്വമില്ലായ്മ എന്ന് പറഞ്ഞ രോഗം, ഈ രോഗത്തിന്റെ പ്രധാന ഭാഗം, ഒരു പകുതി ഭാഗം അതാണ്. ഈ രോഗത്തിന്റെ പകുതി ഭാഗവും മനുഷ്യത്വ ഇല്ലായ്മയാണ്. പകുതി ഭാഗം എന്താണ്? യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാവുക, നല്ല ബന്ധമില്ലാതിരിക്കുക, ശരീരത്തെയും മനസ്സിനെ പറ്റി ബോധമില്ലാതിരിക്കുക, അതുപോലെ തന്നെ ഞാൻ എന്ന സംഭവം, അതിലുള്ളതാണ് നമ്മളെ മനുഷ്യൻ. ആ മനുഷ്യത്വം പോവുക. അപ്പൊ അവിടെ ഇയാൾക്ക് ഈ മനുഷ്യത്വത്തിന്റെ അങ്ങേറ്റത്തൊരു ധാരണ ഇവിടെ ഉണ്ടായി കിട്ടും ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ. അതാണ് മറ്റുള്ള ഒരാൾക്ക് വേണ്ടി ഒരു ത്യാഗം അയാൾ ചെയ്യുന്നുണ്ട്. അത് മനുഷ്യൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് കേട്ടോ. മനുഷ്യന് അവൻ്റെ ഉള്ളില് ഭയങ്കര മനുഷ്യത്വമുണ്ട്. അതുകൊണ്ടാണ് ഒരാള് വീഴാൻ പോകുമ്പോഴത്തേക്കും പിടിക്കാൻ പോകുന്ന ആൾക്ക് എന്ത് ആപത്ത് വരുന്നു എന്ന് അറിയാതെ കയറി പിടിക്കുന്നില്ലേ? ഒരാള് പുഴയിലേക്ക് ചാടുമ്പോൾ അയാളെ പുറകെ ചാടുന്നില്ലേ? ഒരാൾ തീയിൽ കിടന്ന് പിടയ്ക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ചെന്ന് അയാളെ എടുത്ത് പൊന്തിക്കുന്നില്ലേ? അതിൻ്റെ ഉള്ളിൽ എന്താണ്? അതിൻ്റെ ഉള്ളിലുള്ള ആ പ്രവർത്തനമാണ് മനുഷ്യത്വം. അത് അയാളുടെ ഉള്ളില് ആ സമയത്ത് ആരും അയാളെ ഉപദേശിച്ചിട്ടൊന്നുമല്ല. അയാളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായിട്ട് മറ്റൊരു മനുഷ്യന് വേണ്ടി അയാൾ ചെയ്യുന്ന പരിപാടിയാണ്. അതാണ് മനുഷ്യത്വം. തന്നെപ്പോലും മറന്ന് അയാളങ്ങോട്ട് എടുത്തിയാളുമാണ്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേരാണ് അൾട്രൂയിസം. അൾട്രൂയിസം എന്ന് പറയും സ്വയം സമർപ്പണം, അവനവനെ സമർപ്പിക്കുകയാണ് അൾട്രൂയിസം. ALTRUISM, അതാണ് അൾട്രൂയിസം. അൾട്രൂയിസം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ത്യാഗം, സ്വന്തം ജീവൻ പോലും ബലി കഴിച്ചിട്ടുള്ള ഒരു ത്യാഗം. അത് മനസ്സിലാക്കിയിട്ടുള്ളതല്ല, സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അങ്ങോട്ട് വരുന്ന ഒരു വികാരം, ഒരു സ്വഭാവമാണത്. അതങ്ങേറ്റത്തെ മനുഷ്യത്വമാണ് കേട്ടോ. അതുകൂടാതെ ഇനി എത്രയോ ഗുണങ്ങളാണ് ഈ പ്രോഗ്രാമിൽ വന്നാൽ കിട്ടുന്നത്. ഈ പ്രതീക്ഷ നശിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മരണം തൊട്ടടുത്താണെന്നുള്ള. ഇപ്പൊ ഈ അടുത്ത നിമിഷവും ഇന്നോ നാളെയോ മരണം അതിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട്. അതാണ് ഒരാൾക്ക് പ്രതീക്ഷ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ.
അയാൾ ചിലപ്പോൾ മരണത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരാള് ഈ പ്രോഗ്രാമിൽ ഒരാൾ പ്രതീക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ അനുഭവം വെറുതെ കൊടുത്താൽ മതി. അയാൾക്ക് അതൊരു മിമിക്രി, അയാൾ അത് അനുകരിച്ചാൽ മതി. എനിക്കും അത് സാധിക്കും, അത് അനുകരിക്കും അയാള്. എനിക്കും മറ്റേയാൾ മരിക്കണം എന്ന് പറഞ്ഞ് നടന്നു, അയാൾക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ കിട്ടി. ഈ പ്രോഗ്രാമിൽ വന്നിട്ട് അയാൾക്ക് നല്ല പ്രതീക്ഷ കിട്ടി, ജീവിക്കാനുള്ള പ്രതീക്ഷകൾ. അയാള് സ്വയം എഡ്യൂക്കേറ്റ് ചെയ്തു, സ്വയം വിദ്യാഭ്യാസം ഉണ്ടായി അയാൾക്ക്, എന്താണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റി, പ്രതീക്ഷ ഉണ്ടാക്കിക്കൊണ്ട്. അതാണ് ഇമിറ്റേറ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ മനുഷ്യനും മൃഗങ്ങളും ഒക്കെ തന്നെ, മനുഷ്യനായിട്ടും മൃഗം തന്നെ കേട്ടോ. അപ്പൊ എല്ലാ മൃഗങ്ങളുടെയും സ്വഭാവം ഇമിറ്റേഷനാണ്. ഇമിറ്റേഷൻ, അനുകരണം, ഒരു സ്വഭാവ രീതി അനുകരിക്കുക. അപ്പൊ അതിൽ അനുകരിച്ചു കഴിഞ്ഞാൽ സക്സസ് ആണ്, വിജയമാണ്. അത് അനുകരിക്കുന്നവർക്കൊക്കെ സക്സസ് ആണ്. അനുകരിക്കുന്നതിൽ പോലും സത്യമെങ്കിലും സത്യസന്ധമായി അനുകരിക്കണം. അതിലും കള്ളത്തരം കാണിച്ചാലൊന്നും രക്ഷപ്പെടുന്നില്ല. ആ പ്രതീക്ഷയെ വളർത്താനായിട്ട് സാധിക്കണമെങ്കിൽ ഈ അനുകരിക്കുമ്പോഴും കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ മേന്മയ്ക്കും നമ്മുടെ വളർച്ചയ്ക്കും ഉള്ള, നമ്മുടെ വിജയത്തിനും വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന അറിവാണത്, സാമർഥ്യമാണ്. അറിവും സാമർഥ്യമൊക്കെ നമ്മൾ മറ്റുള്ളവരെ കണ്ടാണ്, നമ്മൾ സ്വീകരിച്ചാണ് നമ്മൾ വലുതാവുന്നത്, കഴിവുണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പരിപാടി ഇവിടെയും നടക്കുന്നുണ്ട്, ഈ AI പ്രോഗ്രാമിൽ അത് നടക്കുന്നുണ്ട്. മറ്റൊന്ന് ഇളക്കി മറിക്കലാണ്, മനസ്സിനെ ഇളക്കി മറിക്കല്. തൈര് കടയുന്ന പോലെ ഈ മനസ്സിനെ, അതിൻ്റെ ഉള്ളിലുള്ള ചിന്തകള്, തോന്നലുകള്, വികാരങ്ങള്, സ്വഭാവങ്ങളൊക്കെ കൂടി തൈര് കടയുന്ന പോലെ ഇങ്ങനെ കടഞ്ഞെടുക്കുക. കഥാർസിസ്, അതിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കാണ് കഥാർസിസ്. ഇത് നമ്മുടെ ബിഗ് ബുക്കിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, കഥാർസിസ്. അങ്ങനെ മനസ്സിനെ ഇളക്കി മറിച്ചിട്ടുള്ള മാനസാന്തരം. അങ്ങനെ മാനസാന്തരത്തിന്റെ ഒരു തരി വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എന്തായി മാറുമെന്നറിയാമോ? അയാൾക്ക് ഈ എന്ന് പറഞ്ഞാൽ ജീവനും ജീവിതവും മാത്രമല്ല, അയാളുടെ ഒരു പുതിയ വെളിച്ചം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വെളിച്ചം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷം, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവിതത്തിന്റെ ഒരു ലളിത മാർഗം, ഒരു ബുദ്ധിമുട്ടില്ലാതെ അയാൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ലളിത മാർഗം. മറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്, ഇത് ഭയങ്കര ലളിതമായ മാർഗം. അത് അയാളെ ഇളക്കി മറിക്കും. അത് കടുത്ത അഗാധമായിട്ടുള്ള വികാരങ്ങളെ, ഞാൻ രണ്ട് വാക്ക്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക് പലപ്പോഴും പറയാറുണ്ട്. വില്യം ഡങ്കൻ സിൽക്ക്വർത്ത് എന്ന മഹാനായിട്ടുള്ള ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച് ആ ബിഗ് ബുക്കിന് ആമുഖമൊക്കെ എഴുതി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ഡോക്ടർ വില്യം ഡങ്കൻ സിൽക്ക്വർത്ത്. അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള നോളജ് ഉണ്ട്, അറിവുണ്ടായിരുന്നു. മദ്യപാന രോഗത്തെക്കുറിച്ചും ആ രോഗികളെക്കുറിച്ചും അവരുടെ മനസ്സിനെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും ഇത്രമാത്രം അഗാധമായിട്ടുള്ള ഒരു അറിവുണ്ടായിരുന്ന ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഏഴ് ഈ പുസ്തകം, ബിഗ് ബുക്ക് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആ സമയത്ത് അദ്ദേഹം ലോകത്തിലെ ആളുകളോട് രണ്ട് വാക്കുകൾ പറഞ്ഞു. ഈ രോഗം അഗാധമായിട്ടുള്ള ഒരു രോഗമാണ്, ഡീപ്പാണ്, ഇറ്റ് ഈസ് വെരി ഡീപ്പ്. അഗാധമായിട്ട്, അതിൻ്റെ ആഴം ഭയങ്കരമാണ്, ആഴം അളക്കാൻ പറ്റില്ല, ഇറ്റ്സ് വെരി ഡീപ്പ്. അതുപോലെ ഇതിൻ്റെ പരപ്പ്, ഇത് പരന്ന് വിസ്തൃതമായി കിടക്കുന്നത്, അതും അളന്നു നോക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പൊ ആഴവും പരപ്പും, രണ്ട് വാക്കുകൾ.
വെരി ടെറിബിൾ, ഭയങ്കര. ഞാൻ ഇതുവരെയായിട്ടും വേറെ ഒരു സ്ഥലത്തും എനിക്കങ്ങനെ ഒരു വാക്ക് കേൾക്കാൻ ഇട വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇതിന്റെ ആഴം അളക്കുവാണെങ്കിൽ, കാരണം ഇതിൽ 200ഓളം ശാരീരിക രോഗങ്ങളുണ്ടെന്ന് പറയുന്നു. 200അല്ല, അതിലധികം ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ പറയുന്നത്. ഇതിന്റെ 200ഓളം. അത് ശരിക്കും അതിന്റെ പരപ്പായിരിക്കാം. പക്ഷെ ഇതില് ക്യാൻസറുകൾ, എത്രയോ തരത്തിലുള്ള ക്യാൻസറുകൾ വരുന്നുണ്ട്. എത്രയോ അവസ്ഥയിൽ നിമിഷ നേരം കൊണ്ട് ആള് മരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ട്. ഡെത്ത് ഇൻ ഇൻസ്റ്റോൾമെന്റ്. ഡെത്ത് ഇൻ ഇൻസ്റ്റോൾമെന്റ്. ഇൻസ്റ്റോൾമെന്റ് ആയിട്ട് മരണം വരാം പെട്ടെന്ന്. ഇതിനുള്ള എത്രയോ അവസ്ഥകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. ലോകത്തിൽ ഈ രോഗങ്ങളുടെ വ്യാപ്തി മാത്രമല്ല, അത് മരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ആഴം, അതിൻ്റെ ആഴം, രണ്ടും ഭയങ്കര ഭീകരമാണ്. ഒരു മനുഷ്യനല്ലാതാക്കി കളയും ചിലപ്പോൾ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന അതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും സങ്കടപ്പെടുന്നത്. അവർ പറയുന്നത് ഇങ്ങനെ ഇതിലൊക്കെ വന്നിട്ടും 6ൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്. 6 പേരിൽ ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, പലരും രക്ഷപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ലോകത്തിൽ എത്രമാത്രം മദ്യാസക്തരുണ്ട്? അതിൽ 6ൽ ഒരാളാണ് മദ്യാസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവർ എത്ര ഉണ്ടാവും? വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവും. കാരണം അത്രമാത്രം ഒട്ടിപ്പിടുത്തുള്ള രോഗമാണ്. ഒട്ടിപ്പിടിക്കലാണ്. പശ പോലെ എങ്ങനെ തേച്ച് അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ വേർതിരിച്ച് അതാത് സാധനമായിട്ട് മാറ്റാൻ പറ്റില്ല. അഡിക്ഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇവിടെ ഏല് വരുന്ന പുതുമക്കാരൻ അറിഞ്ഞിരിക്കണം. ഈ പശ പോലെ ഒട്ടിപ്പിടിക്കുക. അതെങ്ങനെ? ആഗ്രഹം, അത്യാർത്തി, നിയന്ത്രണമില്ലായ്മ, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ, വരുംവരായികളെ കണക്കാക്കാതിരിക്കുക, അങ്ങനെ പല സ്വഭാവങ്ങളും, മോശപ്പെട്ട സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അത് തലച്ചോറിലേക്ക് ഒരു അമിതമായിട്ടൊരു ആഹ്ലാദത്തിന്റെ രൂപത്തിൽ പശ തേച്ച് വേർപെടുത്താൻ പറ്റാത്ത വിധം ഒട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുക. അതാണ് അഡിക്ഷൻ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണത്. അതിനെ പതുക്കെ വേർപെടുത്താനുള്ള ഒരു പരിപാടിയാണ് അത്. അപ്പൊ ഈ കഥാർസിസ്, മാനസാന്തരം, ആ മാനസാന്തരത്തിൽ കൂടി ശക്തമായിട്ടുള്ള വികാരങ്ങൾ, അതിൻ്റെ ആ ആഴത്തിലുള്ള മുറിവുകൾ, അതെല്ലാം ഉണങ്ങിക്കിട്ടും. ഈ ആഴത്തിന് വേറെ 2-3 തരം വിശേഷം കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. കാരണം തലച്ചോറിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ എന്നൊക്കെ പറയും. തലച്ചോറിലെ ഇലക്ട്രിക്കൽ കണക്ഷനൊക്കെ ലൂപ്പ് പോലെയുണ്ട്. ലൂപ്പ് കണക്ഷൻ. ഒരറ്റം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, മറ്റേ അറ്റം പുറപ്പെടുന്ന അറ്റം മുകളിലേക്ക് പോയി അവിടെ പഴയ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ചെല്ലുന്നു. അങ്ങനെ ലൂപ്പായിട്ട് ഒരു ലൂപ്പ് പോലെ തൂങ്ങിക്കിടക്കുകയാണ് തലച്ചോറിലെ ഇലക്ട്രിസിറ്റി. ഓരോ രോഗത്തിനും, ഓരോ പ്രവർത്തനത്തിനും തകരാറുണ്ടാകുമ്പോഴാണല്ലോ ഓരോ രോഗം വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചലനത്തിനുള്ള സർക്യൂട്ട്, അല്ലെങ്കിൽ ഒരു സ്പർശനം, അല്ലെങ്കിൽ ഒരു പെയിൻ, അതിൻ്റെയൊക്കെ ഇത് എല്ലാം ഒരു ലൂപ്പ് പോലെ, ഒരു സർക്യൂട്ടായിട്ട് അങ്ങനെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് പോവാണ്. അപ്പോൾ ആ ലൂപ്പ് ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന അറ്റം അങ്ങേ അറ്റത്തിൽ അടിത്തട്ടിൽ ചെന്ന് തട്ടും തലച്ചോറിൻ്റെ. ആ തലച്ചോറിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ബേസൽ ഗാംഗ്ലിയ. ബേസൽ ഗാംഗ്ലിയ. ബേസൽ എന്ന് പറഞ്ഞാൽ തന്നെ അടിത്തട്ട് എന്നർത്ഥം. ബേസൽ ഗാംഗ്ലിയ. അവിടെയാണ് ചലനങ്ങൾ, പലതരം ചലനങ്ങൾ. ഈ ചലനം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. നമ്മൾ സംസാരിക്കുന്നത് മാത്രമല്ല,
ആന്തരികമായിട്ട് നമ്മുടെ വികാരങ്ങൾ പുറത്തേക്ക് വരുന്നത് ഒരു ചലനമാണ്. അത് നമ്മുടെ ശരീരത്തിൽ കൂടി, നമ്മുടെ മുഖത്ത് കൂടി, വായിൽ കൂടി, ശബ്ദത്തിൽ കൂടി, വേണ്ട കണ്ണിൽ കൂടി, മുഖത്തെ മാംസപേശികളുടെ കൂടി, ശരീരത്തിൽ കൂടിയൊക്കെ അത് നമ്മൾ പ്രകടിപ്പിക്കുന്നു, എക്സ്പ്രഷൻ. അപ്പൊ അങ്ങനെയാണിത് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്നത് എന്താണ്? വാസ്തവത്തിൽ ഒരാൾ ദേഷ്യപ്പെടുകയാണ്, ഒരാളോട് അതികഠിനമായ തീവ്രമായിട്ടുള്ള ദേഷ്യം, കൊല്ലാനുള്ള ഒരു ദേഷ്യം, അതിൽ കൂടി അയാൾ ആദ്യം പുറപ്പെടുവിക്കുന്ന എന്താണ്? ഡോക്ടർ, ഹലോ. ഹലോ ഡോക്ടർ. ഡോക്ടർ പറയുന്നത് ക്ലിയർ ആകുന്നില്ല. അല്ല, അതെ, ഞാൻ ഒരു പേഷ്യന്റിന്റെ കാര്യം പറയുമായിരുന്നു ഒരാളോട്.